ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പുതുച്ചാടന അനുഭവ പാഠങ്ങളുടെ 15ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അടുത്ത നാളുകളിൽ ഒരിക്കൽ പൈശാചിക ആവാസമുള്ള ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ ശുശ്രൂഷ ഒരുമിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾ നീണ്ടൊരു പ്രാർത്ഥനയായിരുന്നു അത്. അതിൻ്റെ ഒരു സ്റ്റേജ് വന്നപ്പോഴേക്കും ഈ പൈശാചിക അരൂപി ഈ പ്രാർത്ഥനയുടെ സാന്നിധ്യം വഴി പരിശുദ്ധാത്മ സാന്നിധ്യം വന്ന് ദുർബലമായി ഇറങ്ങി പൊക്കൊള്ളാം എന്നുള്ള അവസ്ഥയിലേക്ക് വന്നു. അതുപോലെ ഭയങ്കര മല്ല് കാണിച്ച് ഞങ്ങളെ വെല്ലുവിളിച്ച് ഞങ്ങളെ കുറ്റപ്പെടുത്തി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടിരുന്നതാണ്. ഇറങ്ങാറായപ്പോഴത്തേക്കും അത് വലിയ മയമാകാൻ തുടങ്ങി. പലപ്പോഴും അങ്ങനെയാണ്. ആദ്യമൊക്കെ പ്രാർത്ഥന ആരംഭിക്കുമ്പോൾ തിന്മയുടെ രവികൾ ഇങ്ങനെ വെളിപ്പെടുത്തും. ഭയങ്കരമായിട്ട് നിനക്ക് ഇറക്കണം പറ്റിയ രവിയെ വ്യക്തി ഞാൻ കൊണ്ടുപോയത് എൻ്റെതാണ്, എൻ്റെതാണ്, എൻ്റെ അവകാശമാണിത്, ഇങ്ങനെ പറഞ്ഞ് ഒത്തിരി ക്ലെയിമൊക്കെ വെച്ച് നമ്മളെ മനസ്സിടിപ്പിച്ച് വെല്ലുവിളിച്ചൊക്കെ പെരുമാറി സംസാരിക്കും. പക്ഷെ പ്രാർത്ഥനയുടെ ശക്തി വന്നു കഴിയുമ്പോഴത്തേക്കും അവർ നിസ്സഹായരായിട്ട് പറയുന്നതൊക്കെ കേൾക്കാൻ തുടങ്ങും, അനുസരിക്കാൻ തുടങ്ങും. അവസാനം ഇറങ്ങി പൊക്കോളം എന്നുള്ള കുറച്ചിലേക്ക് വരും. അങ്ങനെ വന്നപ്പോൾ ഈ വ്യക്തിയെ കണ്ട ഒരു പ്രത്യേകത ഞാൻ ആദ്യമായിട്ട് അങ്ങനെ കാണുന്നത്. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായത് അത്ര അസാധാരണമല്ല. സാധാരണ പല മറ്റ് എക്സസൈസുകൾ പങ്കുവെക്കുന്ന അനുഭവം തന്നെയാണ്. ഈ അരുവി പറയും, ഞാൻ ഇറങ്ങിപ്പോയാൽ ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ എന്നാ ചെയ്യും. ഇതിങ്ങനെ പേടിച്ച് മുഖമെല്ലാം വല്ലാണ്ടായിട്ട് വറി ചെയ്ത് പേടിച്ച് അരണ്ട ഒരു സ്വരത്തിനും ഈ അരുവിയുടെ ഭാവം ഈ വ്യക്തിയുടെ മുഖത്ത് കാണാം ആണ് പറയുന്നത്. അതിൽ പറയാണ്, 13 വർഷമായി ഞാൻ ഇവിടെ കൊണ്ട് ഇരിക്കുകയായിരുന്നു. ഇവിടെ കൊണ്ടുപോകാൻ ഞാൻ പല പ്രാവശ്യം നോക്കിയതാണ്. പല പ്രാവശ്യം ആത്മഹത്യാ ശ്രമങ്ങൾ ഈ വ്യക്തിക്ക് ഈ അരൂപിയുടെ ആഭാസത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും വിജയിച്ചില്ല, ആൾ മരിച്ചില്ല. ഇനി ഞാൻ ഇവിടെ കൂടെ ചെന്ന് എന്നാ ചെയ്യും, അവരെന്നെ തല്ലും അവരെന്നെ തല്ലും എന്നാണ് ഇത് പറയുന്നത്. അപ്പം അത് പറയുന്നത് കരയുകയാണ്, വിഷമിച്ചിരിക്കുകയാണ്. ഇതിങ്ങനെ ഒരു യാഥാർത്ഥ്യം കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇതിനകത്തുള്ള ഒരു ആത്മീയ വെളിപ്പെടുത്തൽ എന്താണെന്ന് വെച്ചാൽ, ഈ മാലാഖമാർ അധപ്പതിച്ചവരാണല്ലോ പിശാചുക്കൾ. ഈ മാലാഖമാർ 9 ഗണങ്ങളുണ്ടെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്, ഹയറാർക്കി ഓഫ് ഏഞ്ചൽസ്. അതിനകത്ത് ലൂസിഫർ വളരെ ടോപ്പ് റാങ്കിലുള്ള ഒരു മാലാഖയായിരുന്നു. ഏശയ്യയുടെ പുസ്തകം 14ാമത്തെ അധ്യായത്തിൽ ബാബുലോൺ രാജാവിൻ്റെ 11 പറഞ്ഞ് 9 പറഞ്ഞ വാക്യങ്ങൾ കാണുന്നതായ ആ വചനഭാഗത്തെ പിതാക്കന്മാര് ലൂസിഫർ, സ്വർഗത്തിലെ ദൈവത്തോട് ചേർന്ന് ഏറ്റവും അടുത്ത് നിന്നിരുന്ന പ്രകാശത്തിൻ്റെ മാലാഖ ലൂസിഫർ, പ്രഭാത നക്ഷത്രം, വിശ്വസിന്റെ പുത്രനായ പ്രഭാത നക്ഷത്രം, നീ എങ്ങനെ വീണു? അപ്പം നീ സ്വയം പറയുക ദൈവത്തെ പോലെയാകും, ദൈവത്തിൻ്റെ സമാഗമർമ്മത്തിന് മുകളിൽ എൻ്റെ സിംഹാസനം സ്ഥാപിക്കും എന്നൊക്കെ പറഞ്ഞ് നീ അഹങ്കരിച്ചു, നീ ഏറ്റവും താഴേലേക്ക് അധപ്പതിച്ചു പാതാളത്തിലേക്ക് വീണു എന്ന് പറഞ്ഞൊക്കെയുള്ള ഭാഗങ്ങൾ ഈ ലൂസിഫർ അധപ്പതിച്ച് സർപ്പൻ ഡ്രാഗണായി സാത്താൻ അതിനെക്കുറിച്ചുള്ള വ്യാഖ്യാന വചനം സുധനായിട്ട് വ്യാഖ്യാനം പങ്കുവെക്കുന്നുണ്ട്. അത് ഒന്ന്. അപ്പോൾ പ്രഭാത നക്ഷത്രം എന്നാണ് പറയുന്നത്. വെളിപാട് 12 3-4 വാക്യങ്ങളിൽ സ്വർഗത്തിൽ കാണപ്പെടുന്ന ഉഗ്ര സർപ്പത്തെ പറ്റി പറയുന്നുണ്ട്. ആ സർപ്പം തന്നെ വാലുകൊണ്ട് ആകാശ നക്ഷത്രങ്ങൾ 3-1 വാരി കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞുവെന്നാണ്. അപ്പോൾ അതിന് സൂചന പിതാക്കന്മാരെ വ്യാഖ്യാനിക്കുന്നത്, ഈ പുരാതന സർപ്പമായിട്ട് ലൂസിഫർ മാറിയപ്പം ആകാശത്ത് നക്ഷത്രങ്ങളിൽ 3-1, ഈ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് മാലാഖമാരാണ്. അപ്പൊ 3-1 മാലാഖമാരും കൂടെ ഇതിൻ്റെ ഒപ്പം പോയി എന്നാണ് അതിൻ്റെ ഒരു വ്യാഖ്യാനം. അപ്പൊ ഈ മാലാഖമാർ 9 ഗണങ്ങളിലുള്ള എല്ലാ ഗണങ്ങളിൽ നിന്നും ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ മാലാഖമാർക്കിടയിലേക്കുള്ള ഗണങ്ങളുടെ ഈ റാങ്ക് ഹയറാർക്കിയുടെ വ്യത്യാസം ഇതിങ്ങൾ പിശാചുക്കളായപ്പോൾ തുടരുകയാണ്. അതുകൊണ്ട് പിശാചുക്കൾക്കിടയിൽ ശക്തി കൂടിയതും കുറഞ്ഞതുകൊണ്ട് മത്തായിയുടെ സുവിശേഷം 12ാമത്തെ അധ്യായത്തിൽ 43, 44, 45 വചനങ്ങളിൽ ഈശോ പറയുന്നില്ല, ഒരു അശുദ്ധാത്മാവ് ഇറങ്ങിപ്പോകുന്നു, തിരിച്ചു കയറാൻ നോക്കുന്നു, ആളൊഴിഞ്ഞ് കിടക്കുന്നത് കാണുന്നു. അപ്പോൾ അദ്ദേഹം തന്നേക്കാൾ ദുഷ്ടരായ 7 എണ്ണത്തിനെ കൂടെ കൂട്ടിക്കൊണ്ട് വരുന്നു ഈശോ പഠിപ്പിക്കുന്നത്. അത് വെച്ച് പിതാക്കന്മാരെ വ്യാഖ്യാനിക്കും, അശുദ്ധാത്മാക്കൾ അല്ലെ പിശാചുക്കൾക്കിടയിൽ ശക്തി, ദുഷ്ടതയുടെ ശക്തി കൂടിയതും കുറഞ്ഞതുകൊണ്ട്. ആദ്യം ഇറങ്ങിപ്പോകാൻ ഇടവന്ന അശുദ്ധാത്മ ശക്തി കുറഞ്ഞതായിരുന്നു. അതുകൊണ്ട് ആരോ ഒന്ന് ഇറക്കി വിട്ടപ്പോൾ ഇറങ്ങി പോകേണ്ടി വന്നു, പിടിച്ചേക്കാൻ പറ്റിയില്ല. തിരിച്ചു കയറാൻ നോക്കുമ്പോൾ ആളൊഴിഞ്ഞ് കിടക്കുന്നു. ആളൊഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഉടയവൻ, ഉടമസ്ഥൻ, ഉടയത്തമ്പുരാൻ, ദൈവത്തിൻ്റെ ആത്മാവില്ലാത്ത വ്യക്തി എന്നതിൻ്റെ സൂചന. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവില്ലാതെ ജീവിക്കുന്ന വ്യക്തി പിശാചിൻ്റെ പാത ഒഴിഞ്ഞു പോയതാണെങ്കിൽ പോലും പിന്നെയും ഈ പിശാചുക്കൾ വന്ന് കയറാൻ നോക്കുന്നു. അപകടമുണ്ട്. ഈശോ നൽകുന്ന മുന്നറിയിപ്പാണിത്. അങ്ങനെ കയറാൻ നോക്കുമ്പോൾ അവൻ കയറുകയാണെങ്കിൽ ദുഷ്ടത കൂടിയ 7 കൂടെ കൂട്ടിക്കൊണ്ട് വരും. വെച്ചാൽ 7 പറയുന്നത് 7 മൂലപാപങ്ങളുടെ സൂചനയായിട്ടൊരു വ്യാഖ്യാനമുണ്ട്.
മറിയം മഗ്ദലേനെ 7 പിശാചുക്കൾ ഇറങ്ങിപ്പോയി പറയുമ്പോൾ മൂലപാപങ്ങൾ 7 ഉണ്ടായിരുന്ന പൈസ ബന്ധനമായിട്ട് തന്നെ കടുകട്ടിയായ ഒരു ബന്ധനത്തിലേക്ക് തിരിച്ച് വ്യക്തിയെ ഇറക്കാനായിട്ട് വരിക എന്നാണ് ഈശോ സൂചിപ്പിക്കുന്നത്. ആ അപകട സാധ്യത ഒഴിവാക്കാനുള്ള മാർഗവും ഈശോ പറയുന്നത് ആളൊഴിഞ്ഞ് വീടാകരുത് എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ് ഇല്ലാത്ത ജീവിതത്തിലേക്ക് വരരുത്. ദൈവരാജ്യ അനുഭവം, ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞ ആത്മാവിന് നയിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് ഒരു വ്യക്തി തൻ്റെ ആത്മീയജീവിതം വഴി കയറി വരുന്നില്ല എങ്കിൽ ഇപ്പം കിട്ടുന്ന വിടുതൽ നിലനിൽക്കുകയല്ല, പിന്നെ അപകടത്തിലേക്ക് വരാമെന്നൊരു സൂചന. അപ്പോൾ തന്നേക്കാൾ ദുഷ്ടനായ എന്നുള്ള ആ ഒരു പരാമർശനത്തിന് അതോടെ ഈശോ വ്യക്തമാക്കുന്നത് ഈ പൈശാചിക അരിവുകൾക്കിടയിൽ ഇങ്ങനെയുള്ള റാങ്കുകൾ, പല നിലകൾ കൂടിയത് കുറഞ്ഞത് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവര് ഒരു സാമ്രാജ്യമാണ് ദിശ പഠിപ്പിക്കുന്നത്. നമുക്കറിയാം, മത്തായി 12 വായിക്കുന്നുണ്ടല്ലോ, സാത്താനെതിരെ നിലനിന്നാൽ അവൻ്റെ രാജ്യം നിലനിൽക്കും. അവൻ്റെ രാജ്യത്തിലുള്ള ക്രമമെന്ന് പറയുന്ന സ്നേഹമല്ല, ഡെമോക്രസി അല്ല, ജനാധിപത്യം, കുറച്ച് അധികാര പ്രയോഗമാണ്. മത്തായി 20 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, 21, 24 വാക്യങ്ങളിൽ വിജാതിയുടെ ഇടയിൽ യജമാനത്വം പുലർത്തുന്ന അധികാരം പ്രാമാണിത്വം എടുക്കുന്നു. നിങ്ങൾ അങ്ങനെ ആകരുത്, നിങ്ങൾ സ്വയം ശൂന്യമായിട്ടുള്ള എൻ്റെ മാതൃക മോചന ദ്രവ്യമാക്കി ശുശ്രൂഷിക്കാനായിട്ട് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നവർ അങ്ങനെ ആകണം നിങ്ങൾ ദിശ പഠിപ്പിക്കുകയാണ്. പൈശാചിക ഈ ലോകത്തിൻ്റെ പ്രമാണി അധികാരികൾ, ലോകത്തിൻ്റെ പ്രമാണിയുടെ ശൈലി തന്നെ അത്. അധികാരം പ്രയോഗിക്കുക, പ്രാമാണിത്വം എടുക്കുക, അടിച്ചമർത്തുക, കീഴ്പ്പെടുത്തുക, പീഡിപ്പിക്കുക. അങ്ങനെയാണ് പിശാച് തൻ്റെ കീഴിലുള്ള എല്ലാ ദൂതരെയും ഭരിച്ചു കൊണ്ടുപോകുന്നു. സാത്താനിക സാമ്രാജ്യം അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ അടിച്ചമർത്തി വരച്ചവരെ നിർത്തി പ്രാമാണിത്വം എടുത്ത് അധികാരം പ്രയോഗിച്ചുകൊണ്ട് നീങ്ങുമ്പോൾ അത് പരിശുദ്ധാത്മാവിൻ്റെയോ ദൈവത്തിൻ്റെ സ്വർഗത്തിൻ്റെ ശൈലിയല്ല, സാത്താനിക ശൈലിയാണ്. നമ്മൾ അറിയണം സ്വർഗത്തിൻ്റെ ശൈലി എന്താണ്. മാനസാന്തരത്തിനായിട്ട് ക്ഷണിക്കുക, വാതിൽ മുട്ടിക്കേണ്ടി കാത്തു നിൽക്കുക, ക്ഷമയോടെ വെയിറ്റ് ചെയ്യുക, മോചന ദ്രവ്യമാകാൻ വേണ്ടി സ്വന്തം അർപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മയുടെ സാന്നിധ്യവും സഹായം നമുക്ക് ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ.